അപ്പൊ ഇന്ന് ഞാൻ ഒരു നാടൻ ചിക്കൻ കറിയാണ് വെക്കുന്നത്. അപ്പൊ നാട്ടിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ അവിടെ വീട്ടിലൊക്കെ ഈ രീതിയിലാണ് ചിക്കൻ കറി വെക്കുന്നത്. അവിടെയൊക്കെ ഈ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ആ രീതിയിൽ വെക്കാം. അപ്പൊ ഇന്ന് മലയാളി കടയിൽ കപ്പ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് കപ്പ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതും ഈ ചിക്കൻ കറിയും കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി സവാള നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഇവിടെ തണുപ്പ് കാരണമാണ് കട്ടയായിട്ടൊക്കെ ഇരിക്കുന്നത്. എന്നിട്ട് ചൂടായി വരുമ്പം സവാളയും ചെറിയ ഉള്ളിയും ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെന്ന് വെച്ചാൽ നല്ലതായിട്ട് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്ത സവാളയൊക്കെ നല്ലതായിട്ട് മൂത്ത് വരണം. എന്നിട്ട് ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കനും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം. എന്നിട്ട് ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറു തീയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കൂടുതൽ മൂത്ത് പോയാൽ ഒരു കയ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അടച്ചു വയ്ക്കും. അപ്പം ചിലപ്പം ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. അത് നോക്കിയിട്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു തക്കാളിക്ക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചു വെച്ചിട്ടുള്ള ഗരം മസാല അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ചിക്കൻ കറി ടേസ്റ്റ് കാണില്ല. നമ്മൾ ചിക്കൻ എത്രയുണ്ടോ അതിനനുസരിച്ച് നോക്കിയിട്ട് ആ ഗ്രേവി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്നാലേ ടേസ്റ്റ് കാണത്തുള്ളൂ. കൂടുതൽ വെള്ളമായാൽ അത് വെള്ളം പോലെ ഇരിക്കും, അതിനൊരു ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ പേജ് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ രീതിയിലാണോ ചിക്കൻ കറി വെക്കുന്നതെന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ.